എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 പരീക്ഷാഫലം എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അപ്പോൾ ഈ വർഷത്തെ +1 പരീക്ഷാഫലം ജൂൺ 15-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് നിങ്ങൾക്ക് kerala-results.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അറിയാൻ സാധിക്കുക. ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ തന്നെ കൈറ്റിൻ്റെ വെബ്സൈറ്റിലും നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും. ആദ്യം +2 റിസൾട്ടാണ് പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം അവരുടെ ആ ഒരു റിസൾട്ടിൻ്റെ റീവാലുവേഷൻ, സൂക്ഷ്മപരിശോധന, ഫോട്ടോ കോപ്പി എന്നിങ്ങനെയുള്ള പ്രോസസ്സുകൾക്ക് ശേഷവും അതുപോലെ തന്നെ അവർക്കുള്ള പരീക്ഷയ്ക്ക് ശേഷവുമാണ് പരീക്ഷയ്ക്കുള്ള അപേക്ഷയ്ക്ക് ശേഷമാണ് വിദ്യാർത്ഥികളുടെ റിസൾട്ട് പ്രഖ്യാപിക്കുക. അപ്പോൾ ഏകദേശം ജൂൺ 15-ാം തീയതിയോടെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് പ്രഖ്യാപിക്കും. കഴിഞ്ഞ വർഷം ഈ ഒരു ജൂൺ 15-ാം തീയതിയാണ് വിദ്യാർത്ഥികളുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾക്ക് DHSC kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയും അതുപോലെ തന്നെ kerala-results.nic.in എന്ന വെബ്സൈറ്റ് വഴിയും ഈ റിസൾട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു kerala-results.nic.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് DHSC റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് തന്നെ നിങ്ങൾക്ക് DHSC ഫസ്റ്റ് ഇയർ റിസൾട്ട് 2024 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും നൽകിക്കൊണ്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. അതുപോലെ ആ ഒരു സമയത്ത് തന്നെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള ഓപ്ഷനും ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് ഏതാണ് ആ ഒരു കോഡ് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട്, അതായത് നിങ്ങളുടെ ആ ഒരു ഇപ്പോൾ സയൻസ് ഗ്രൂപ്പ് ആണെങ്കിൽ, അതായത് ബയോളജി സയൻസ് ആണെങ്കിൽ ആ ഒരു ബയോളജി സയൻസിലുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും റിസൾട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതായത് ഈ ഒരു ഫസ്റ്റ് ഇയർ എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ജൂൺ 15-ാം തീയതിയോടെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഉള്ള സമയത്തായിരിക്കും ഈ റിസൾട്ട് സാധാരണഗതിയിൽ പ്രസിദ്ധീകരിക്കുക. അപ്പോൾ കഴിഞ്ഞ വർഷം ഏകദേശം വൈകുന്നേരം 5 മണിയോടെയാണ് ഈ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചില അവസരങ്ങളിൽ നിങ്ങൾക്ക്, അതായത് ഈ ഒരു ഉച്ച സമയത്തൊക്കെയാണ് ഈ ഒരു +1 റിസൾട്ട് പ്രഖ്യാപിക്കാറുള്ളത്. അപ്പോൾ ഓരോ സമയത്ത് അത് എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ്, അതായത് ഈ ഒരു പ്രസിദ്ധീകരിക്കാനുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത് ഏതൊരു സമയത്താണ് അതിനനുസരിച്ചാണ് റിസൾട്ട് വെബ്സൈറ്റിൽ വരിക. +2-ൻ്റെയോ അല്ലെങ്കിൽ SSLCയുടെയോ റിസൾട്ട് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുന്നത് പോലെ +1-ൻ്റെ റിസൾട്ട് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കാറില്ല. കാരണം ഈ ഒരു പരീക്ഷയിൽ മിനിമം മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ്, അല്ലാതെ ജയിക്കാനായിട്ട് ഇത്ര മാർക്ക് വാങ്ങിക്കണം എന്നുള്ള നിബന്ധനയില്ല. അതുപോലെ തന്നെ +1 +2 ടോട്ടൽ നോക്കിയിട്ടാണ് ഒരു വിദ്യാർത്ഥി ആ ഒരു ക്ലാസ്, അതായത് നിങ്ങളിപ്പോൾ സയൻസ് ഗ്രൂപ്പ് ആണെങ്കിൽ ആ ഒരു സയൻസ് ഗ്രൂപ്പായിട്ടുള്ള കോഴ്സ് ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ +1 റിസൾട്ട് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കില്ല, ഈ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റോൾ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വന്ന ശേഷം ഈ ഒരു വെബ്സൈറ്റ് വഴി, അതായത് kerala-results.nic.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.